ശ്വാസം മുട്ടൽ എന്ന് പറയുന്ന ഈ ഒരു തമകശ്വാസം അല്ലെങ്കിൽ ആസ്തമ എന്ന് പറയുന്ന അവസ്ഥയെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശ്വാസകോശം വൈറ്റൽ റെസ്പിറേറ്ററി ചാനൽ ഫുള്ളായിട്ട് ബ്ലോക്കായി വരുന്ന അവസ്ഥ, അതായത് നമ്മൾ വിമ്മിഷ്ടെടുക്കുന്ന അവസ്ഥ, ഒരു ഡസ്റ്റോ പൊള്യൂഷൻസോ അല്ലെങ്കിൽ പൊള്ളൻ പൊമ്പൊടിയോ അല്ലെങ്കിൽ അതുമായി സ്മോക്ക്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ്സ്, അമിതമായ മാനസിക സമ്മർദ്ദം, ഇതൊക്കെ ഈ തമകശ്വാസം അല്ലെങ്കിൽ ശ്വാസം മുട്ടിന് ആസ്തമയ്ക്ക് കാരണമായിട്ട് വരാറുണ്ട്. കെമിക്കൽ യൂസിങ് എല്ലാം ഒരുപക്ഷെ കെമിക്കൽ ഹസാർഡ്സ് പൊല്യൂഷൻ എല്ലാം ഇതിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ദോഷമായി വരാറുണ്ട്. ട്രിഗർ ചെയ്യാവുന്ന ട്രിഗർ ഫാക്ടറാണ് ഇവരെല്ലാവരും. ചികിത്സകളിൽ ഏറ്റവും പ്രത്യേകത ഉള്ളത് ആയുർവേദത്തിൽ കണ്ടുവരുന്ന ഒരുപാട് നല്ല മരുന്നുകളുണ്ട്. ദശമൂല രസായനം, നസ്യം, അതുപോലെ തന്നെ വിരേചന വിധികൾ, ഇതൊക്കെ നമ്മുടെ പ്രാണവാഹ സ്രോതസ് അല്ലെങ്കിൽ നമ്മുടെ വൈറ്റൽ റെസ്പിറേറ്ററി ചാനൽസ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് ലാക്സറ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. സാധാരണ ആളുകൾ പരിഹസിക്കുന്ന ആ ഒരു സ്റ്റൈല്, വയറിളക്കിയാൽ ഈ ശ്വാസം മുട്ട് മാറുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല. കാരണം നല്ലൊരു വൈദ്യന്, ഡോക്ടർക്ക് ഇതിനെ ചികിത്സ വളരെ ഫലപ്രദമായിട്ട് മാനേജബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റാറുണ്ട്. വളരെ ചുരുക്കം ഡോക്ടേഴ്സിനെ ഇത് പൂർണ്ണമായും ആയുർവേദ രീതിയിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റാറുമുണ്ട്.